Hi friends, welcome to our channel. ഇന്ന് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണാം. ഞാൻ 2-3 പേരുടെ കയ്യിൽ നിന്നാണ് പ്ലാന്റ്സ് വാങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം ഇത് ഓർക്കിഡാണ്. ഓർക്കിഡിൽ തന്നെയുള്ള ഫെനലോപ്സിസ് വെറൈറ്റിയാണ്. ഇത് 2 ഒരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ഫ്ലവറിങ് ഉള്ളതാണ്. അപ്പം കളറൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, നല്ല പാക്കേജാണ്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഫ്ലവറൊക്കെ അടർന്നു പോകാതെ കിട്ടിയേനെ എന്നൊരു സജഷൻ എനിക്ക് തോന്നി. എങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ വാങ്ങിയിട്ട് 1 മാസമായി. പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ്. ഇതാണ് 2 കളറ്. ഒന്നൊരു പിങ്ക് ഷെയ്ഡും മറ്റേതൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡുമാണ്. ഇനി അടുത്തതും സെയിം ഓർക്കിഡ് തന്നെയാണ്. പക്ഷെ അത് ഫ്ലവർ ആയതല്ല കേട്ടോ. അതൊരു ബ്ലൂമിങ് സ്റ്റേജ് ആയിട്ടുള്ള സീഡ്ലിംഗ് ആണ്. സെയിം ഫെനലോപ്സിസ് തന്നെയാണ്. അപ്പം ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാനിപ്പം കൊടുക്കുന്നില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ഒരു സെയിൽ വന്നപ്പം കിട്ടിയ പ്ലാൻസ് ആയിരുന്നു. അപ്പം ഇപ്പം അവർക്ക് ഈ പ്ലാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ നമ്പർ കൊടുക്കുന്നില്ല. ഇതാണ് അടുത്തത്. ഇത് പക്ഷേ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം കണ്ടോ, ബാസ്ക്കറ്റ് ഇല്ലാതെ ചുമ്മാ പ്ലാന്റ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് അയച്ചത്. പിന്നെ എനിക്ക് ഒരു ദിവസം ഡിലേ ആയിട്ടാണ് വന്നതും. കുറച്ച് ദൂരെ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലീഫ് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേപ്പർ റോൾസൊക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. അപ്പോൾ ആളെൻ്റെ കയ്യിൽ നിന്ന് പാക്കിംഗ് ഫീസ് വരെ വാങ്ങിയിട്ടാണ് ഈ പ്ലാന്റ് അയച്ചത്. അപ്പം ചുമ്മാ ഒരു ബോക്സിൻ്റെ അകത്തിട്ടിട്ട് അയക്കുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അടുത്തത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമുക്ക് നോക്കാം. ഇത് നല്ല ഹെൽത്തി പാക്കേജാണ്. ഈ ഹാർഡ് ബോക്സ് ഷേക്ക് ആവാതെയും ചുളുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ റാപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേപ്പർ ക്രംസ് ഇട്ടിട്ടുണ്ട്. നല്ല പാക്കേജായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇതൊന്നും ബെയർ റൂട്ടഡ് ആയിട്ടല്ല അയച്ചിരിക്കുന്നത്. കൊക്കോപ്പിറ്റ് വെച്ചിട്ട് ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പേപ്പർ അതുമെല്ലാം സെല്ലോ ടേപ്പ് ചെയ്തിട്ട് ഒട്ടും അനങ്ങാതെ ഷേക്ക് ആവാത്ത രീതിയിൽ പിന്നെ അത് വീണ്ടും പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ടൊക്കെയാണ് അയച്ചത്. എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ലൊരു സെല്ലറാണ്. ഞാൻ വീണ്ടും പ്ലാന്റ് വാങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പം ആദ്യം വാങ്ങിച്ച പ്ലാന്റ്സിൻ്റെ ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പം അത് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അൺബോക്സിങ് ആയിട്ട് ചെയ്തില്ല എന്ന് മാത്രം. കണ്ടോ, ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെല്ലോ ടേപ്പ് വെച്ച് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നനവ് നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് കോട്ടൺ ഉണ്ടല്ലോ, പഞ്ഞി, അത് നനച്ചതിൽ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല പാക്കിംഗ് ആയിരുന്നു. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു. ഇതിൽ ഈ കലാത്തിയ, പിന്നെ 2 കലാത്തിയ, ഒരു ഹോമലോമിന, അത് ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിയത്. കോംബോ ഒരു 400-400 താഴെയായിട്ടായിരുന്നു. ഇത് 3 കൂടി ഒരു കോംബോ ആയിരുന്നു. പിന്നെ വാങ്ങിയത് ഇത് ലെമൺ ബട്ടൺ ഫേണാണ്. അതിന് 80 രൂപയായി. കോംബോയിലുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ. ഒന്ന് നേരത്തെ കാണിച്ച കലാത്തിയായിരുന്നു. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇത് ഹോമലോമിനയാണ്. കണ്ടാൽ അഗ്ലോണിമ പോലെ തന്നെയുണ്ട്. നല്ല ഭംഗിയാണ്. അഗ്ലോണിമ, ആർമി, അതല്ലെങ്കിൽ പിക്റ്റം ഒക്കെ ഷെയ്ഡിൽ വരുന്ന സെയിം പ്ലാന്റാണ്. പുതിയ ലീഫിന് യെല്ലോ ആയിരിക്കും. അതായത് പുതിയ ലീഫ് വരുമ്പോൾ അത് യെല്ലോ ഷെയ്ഡായിരിക്കും. പിന്നെ അത് ഗ്രീനായിട്ട് മാറും. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറൊന്ന് ഈ ഒരു ഫേണാണ്. കോട്ടൺ ക്യാൻഡി ഫേണാണ്. ഇതിന് 120 റുപ്പീസാണ് എടുത്തത്. പക്ഷേ നല്ല വലിയ പ്ലാന്റ് ആയിരുന്നു. അതെല്ലാം ലീഫെല്ലാം ഒതുക്കി വെച്ച് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഇത് വിടർത്തിയെടുക്കുമ്പോൾ നല്ല വലിയൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഈ ആളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങാം. എപ്പോഴും അവൈലബിളാണ്. ആൾക്ക് നഴ്സറി ഉണ്ട്. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യരുത്. അതല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ക്ലാസി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പേജുണ്ട്. അതിലൂടെയും കോൺടാക്റ്റ് ചെയ്യാം. അത് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം.
മാക്സിമം കോൾ ചെയ്യാൻ അവോയ്ഡ് ചെയ്യുക കേട്ടോ. എന്തായാലും നല്ല പാക്കേജാണ്, നല്ല പ്ലാന്റാണ്, ഹെൽത്തി ആയിട്ട് കിട്ടും. നമ്മൾ മുടയ്ക്കുന്ന പൈസക്ക് ഉള്ള മൂല്യം എന്തായാലും ഉണ്ട്. അപ്പോൾ ചില ആളുകൾ വലിയ പ്ലാന്റ് കാണിച്ച് ചെറിയ പ്ലാന്റ് തരും, ഭയങ്കര ഡാമേജ് ആയിരിക്കും, പറ്റിക്കും, അങ്ങനെ ഒത്തിരി ഫ്രോഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയപ്പം എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഏകദേശം കോംബോ ആയിട്ടൊക്കെയുള്ള ഒത്തിരി പ്ലാന്റ്സ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കലാത്തിയ, പിന്നെ ഫിലോഡെൻഡ്രോൺ, പോത്തോസ്, പിന്നെ അഗ്ലോണിമ, അങ്ങനെ കോംബോ ആയിട്ട് എടുക്കുമ്പം കുറച്ചുകൂടി റേറ്റ് കുറവാണ്. ഇതൊരു കലാത്തിയാണ്. അങ്ങനെ 2 കലാത്തിയും ഒരു ഹോമലോമിനയാണ് ഒരു കോംബോ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ഫോണും പിന്നെ ഒരു പെറ്റിലാന്തസ്, അത് ജിഫി ബാഗിലാണ്. ഇതിന് 30 രൂപ എന്തോ ആണ് ആയത്. വെരിഗേറ്റഡ് ആണ്, പെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് റൂട്ടഡ് ആണ്, ജിഫി ബാഗിലാണ്. വെറും 30 രൂപ മാത്രമേ ആയുള്ളൂ. ഇത്രയും പ്ലാന്റ്സാണ് ഈ ഒരു സെറ്റിലുള്ളത്. ഇനി വേറെ കുറച്ച് പ്ലാന്റ്സ് ഇതിന് മുന്നത്തെ ദിവസമായിരുന്നു വന്നത്. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഒന്നിച്ച് അൺബോക്സ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. ഇത് ഇത്ര പ്ലാന്റ്സ് ഒന്നിച്ചൊരു ദിവസം കിട്ടി. മറ്റേത് ഒരു ദിവസം നേരത്തെ വന്നു. അപ്പോൾ ഒരു ദിവസം നേരത്തെ വന്നിട്ട് പിന്നെ അത് ഹാർഡ് ബോക്സിൽ അൺബോക്സ് ചെയ്യാതെ വെക്കാമെന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഡാമേജ് ആയിപ്പോകും. ഞാനതെല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു കലാത്തിയാണ്, ഇതൊരു പീകോക്ക് കലാത്തിയാണ്. ഇതും ഒരു കലാത്തിയാണ്. നേരത്തെ ഒരു കലാത്തിയ കണ്ടല്ലോ, അതിൻ്റെ അറ്റത്ത്, അതായത് ലീവ്സിൻ്റെ എഡ്ജിൽ ഒരു ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു വൈറ്റ് ഷെയ്ഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഈ പ്ലാന്റിന് 200 രൂപയായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റ്സ് എല്ലാം, കലാത്തിയ പ്ലാന്റ്സ് എല്ലാം തന്നെ 100 to 200 റേഞ്ചിലാണ്, അഫോർഡബിളാണ്. ഇത് ഗ്രീൻ ഫ്യൂഷനാണ്. ഇതിൻ്റെ വൈറ്റ് ഫ്യൂഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഫ്യൂഷൻ അല്ല, ഇത് ഗ്രീൻ ഫ്യൂഷനാണ്. നല്ലൊരു പ്ലാന്റാണ്. ഇതൊരു ഫിഷ് ബോൺ കലാത്തിയാണ്. ഈ ലീവ്സിൽ ഫിഷ് ബോൺ പോലെ ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്. ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കുഴപ്പമില്ല, നല്ല പ്ലാന്റാണ്. അതിനൊരു 100 റുപ്പീസായിരുന്നു. ഇത് കലാത്തിയ ബേളി മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റാണ്. ഇതിനധികം ഹൈറ്റും ഒന്നും വയ്ക്കില്ല, മിനിയേച്ചർ ടൈപ്പാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് കിട്ടിയത്. അപ്പം ഇത് ഓഫീസ് വിറ്റ് DTDC വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ DTDCന്ന് ഈവനിങ് ടൈമിലാണ് ഇത് കളക്ട് ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് രാത്രി ആയതുകൊണ്ട് പ്ലാന്റ് ചെയ്യുന്നില്ല, പിറ്റേ ദിവസമാണ് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്ത്, ഇപ്പം നമുക്ക് പ്ലാന്റ് വന്നു, ആ സമയത്ത് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് പിറ്റേ ദിവസം നട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ